മൂകാംബിക എല്ലാ മലയാളികളെ പോലെ എനിക്കും വളരെ പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണിത്. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ കൂടി മലയാളികളാണ് ഇവിടെ കൂടുതലായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാത്രി ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ മൂകാംബികയിൽ എത്തിച്ചേർന്നു. അന്ന് രാത്രി നട അടച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അമ്പലത്തിൽ പോകാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ 6 മണിയോടുകൂടി ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. പിന്നീടുള്ളത് കുടജാത്രി ട്രക്കിംഗ് ആണ്. ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞപീഠം കാണണം. അതിനായി വേണമെങ്കിൽ നമുക്ക് ജീപ്പ് മാർഗം പോകാം, അല്ലെങ്കിൽ നമുക്ക് കാൽനടയായി പോകാം. കാൽനടയായി പോകണമെങ്കിൽ 14 കിലോമീറ്റർ നടക്കണം. അതുകൊണ്ട് തന്നെ ജീപ്പ് മാർഗം പോകാമെന്ന് ഞങ്ങൾ കരുതി. അമ്പലത്തിന് മുന്നിൽ തന്നെ നമുക്ക് ജീപ്പ് നിർത്തിയിട്ടതായി കാണാൻ വേണ്ടി സാധിക്കും. 8 പേരടങ്ങുന്ന സംഘമാണ് ഒരു ജീപ്പിൽ യാത്ര ചെയ്യുക. അഥവാ നമ്മളുടെ കൂടെ 8 പേരുണ്ടായില്ലെങ്കിൽ അവർ 8 പേരാകുന്നത് വരെ നമ്മളവിടെ കാത്തു നിൽക്കേണ്ടതായി വരും. അങ്ങനെ അടിവാരത്ത് നിന്ന് ജീപ്പ് എടുക്കും. ഒരു 1.5 മണിക്കൂറിലധികം നമുക്ക് ജീപ്പിൽ യാത്ര ചെയ്യേണ്ടതായി വരും. ജീപ്പിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ദൃശ്യം വളരെ മനോഹരമാണ്. നമുക്കൊന്നുകിൽ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ജീപ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് 8 പേരടങ്ങുന്ന ആൾക്ക് 2300. എന്നാൽ ഇതൊക്കെ നല്ല റോഡാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി അവിടെ നിന്ന് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 8 പേരടങ്ങുന്ന ഒരു സംഘത്തിന് 1800 മാത്രമേ ആവുകയുള്ളൂ. പക്ഷേ നമ്മൾ താഴെ മൂകാംബികയിൽ നിന്ന് തന്നെ ജീപ്പ് എടുക്കുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. പോകുന്ന വഴി ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നുമെങ്കിൽ കൂടി കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും നമ്മൾക്ക് ആൾതാമസമുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഒരു സ്കൂൾ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിനടുത്തെത്തി. ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ കംപ്ലീറ്റ് ഓഫ് റോഡാണ്. അവിടെയാണ് നമ്മൾക്ക് ആ ജീപ്പിൽ പോകുന്നതിൻ്റെ രസം മനസ്സിലാവുക. സർവജ്ഞപീഠം